ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദേ ഈ ചോറിലിട്ട് വരവുന്നൊരു ഐറ്റത്തെ നിങ്ങൾ കണ്ടോ? ഇതൊന്നൊന്നൊരു ഐറ്റം ആണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഐറ്റം തയ്യാറാക്കലാട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേരങ്ങ് വിളിക്കാമെന്ന് ഇതിനെ. സത്യം പറയാലോ ഗായ്സ്, ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഒറ്റ ഇരിപ്പിന് തിന്നാന്നേ അത്ര ടേസ്റ്റ് ആട്ടോ. വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറ് തിന്നാൻ പറ്റും. അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? ദേ ഇവിടെ നമ്മൾ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. 2 വഴുതനങ്ങ എടുത്ത് ദേ ഇതേപോലെ നന്നായി കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഒരു ബൗളിൽ അങ്ങോട്ട് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ഐറ്റം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ വെള്ളത്തെ നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് സെറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അനുസരണയില്ലാത്ത പോലെ കുറച്ച് ബ്രിഞ്ചാൾ കുട്ടന്മാർ ഈ വെള്ളത്തിൽ മുങ്ങാതെ കിടപ്പുണ്ടേ. നമുക്ക് കൈ വെച്ച് അവരെല്ലാവരെയും ഒന്നും കൂടി മുക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. ഒരു അടപ്പാത്രം എടുത്ത് നമ്മൾ അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ. അതവിടെ അങ്ങോട്ട് ഇരുന്ന് സെറ്റാവുന്ന ടൈം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുള്ളിക്കുട്ടന്മാരെയും വെളുത്തുള്ളിക്കുട്ടന്മാരെയും അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഷടപടേ അങ്ങോട്ട് ആവട്ടെന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുള്ളിയെയും വെളുത്തുള്ളിയും നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മുടെ ബ്രിഞ്ചാൾ കുട്ടനെ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് എടുത്ത് കഴുകി സെറ്റാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ വെളുത്തുള്ളിയെയും ഇഞ്ചിക്കുട്ടനെയും ഇതുപോലെ അങ്ങോട്ട് കല്ലിലേക്കിട്ട് നന്നായി അങ്ങോട്ട് ചതച്ച് ഇടിച്ച് പരുവാക്കി എടുക്കാം. ഇനി നമ്മൾ കഴുകി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാൾ കുട്ടൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നീട് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് അടിപൊളിയായിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇതേപോലെ. എന്നിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അടിപൊളി നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ വറ്റൽമുളകിനെ, അതായത് നമ്മുടെ ചുവന്ന കുട്ടമുളകിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. എൻ്റെ കുഞ്ഞ തയ്യാറാക്കുന്ന അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇത്. ഇതുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നേ. ഞങ്ങൾക്ക് വേറെ ഒരു കറിയും പിന്നെ വേണ്ട. രാവിലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ അവർക്ക് കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് ആ ടൈം കൊണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് മൂപ്പിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് സെറ്റായി വരുന്നുണ്ടേ. ഇവരെല്ലാം എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് മൂത്ത് സെറ്റായി വന്നപ്പം അതിലേക്ക് നമ്മളൊരു പുളിക്കഷ്ണം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് കൈ എടുക്കാതെ ഇതുപോലൊന്ന് നന്നായി ഇളക്കി അവരെല്ലാവരും കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പം ഇവരെല്ലാവരും എണ്ണ കിടന്ന് അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ഇതുപോലൊരു ബൗളിലേക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതേപോലെ അങ്ങോട്ട് എടുക്കാം. നമ്മുടെ എണ്ണ കിടന്ന് കറിവേപ്പില അങ്ങോട്ട് മൂത്ത് സെറ്റായി വന്നു. അതും ആ ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ എല്ലാ സംഭവവും സെറ്റായി ഇവിടെ വന്നിട്ടുണ്ടേ. എണ്ണയെ നമ്മൾ മൂപ്പിച്ചെടുത്ത എല്ലാ ഐറ്റവും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാൾ കുട്ടൻ ഉണ്ടല്ലോ, ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അവരെ എല്ലാവരെയും കൂടെ നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുക്കാന്നേ. നമ്മുടെ ബ്രിഞ്ചാൾ കുട്ടന്മാരെല്ലാം എണ്ണ കിടന്ന് അടിപൊളിയായി മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ടേ. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓരോ ഐറ്റംസ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എണ്ണയിൽ മൂപ്പിച്ചത്, പിന്നീട് നമ്മുടെ ബ്രിഞ്ചാൾ കൂട്ടൻ എണ്ണയിൽ മൂപ്പിച്ചത്, പിന്നീട് നമ്മുടെ ചുവപ്പ് മുളക്, അതായത് നമ്മുടെ വറ്റൽ മുളക് എണ്ണയിൽ മൂപ്പിച്ചത്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടി ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ എടികളിലിട്ട് അങ്ങോട്ട് ഇടിച്ച് സെറ്റാക്കി എടുക്കുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ എങ്ങനെ കലാപരിപാടി തുടങ്ങാമല്ലേ? ഓരോരുത്തരെ നമുക്ക് ഇടിച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. ആദ്യം നമ്മുടെ വറ്റൽ മുളകിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇടിച്ച് പൊടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇതേപോലെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയെയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് പുളിക്കഷ്ണത്തിനെയും കൂടെ ഒരുമിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ.
ദാ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇടിച്ച് ചതച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രിഞ്ചാൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ കേട്ടോ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് ഇതേപോലെ അങ്ങോട്ട് ഞെവിടി എടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടുന്നേ. ശരിക്കും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നേ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറായി കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര അടിപൊളി ടേസ്റ്റ് ആണെന്നേ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നേ. ചോറിന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടേസ്റ്റി ഐറ്റം കേട്ടോ ഇത്. നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കൂടെ കൂട്ടി കഴിക്കാൻ പോവാന്നേ. ആദ്യം നമ്മൾ നല്ല ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഐറ്റം അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഒരു മുട്ട പൊരിച്ചതും. ഇനി ഇതെല്ലാം കൂടെ ഒരു വരവി ഒരു കഴിപ്പ്. മൈ ഗോഡ്, അടിപൊളി ടേസ്റ്റ് ആണെന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വെറൈറ്റി ഐറ്റങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അടിപൊളി ഒരു വെറൈറ്റി വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. Bye bye.